നാടും നഗരവും ഇളക്കി മറിച്ചുള്ള പ്രചാരണമാണ് കോഴിക്കോട് മണ്ഡലത്തിൽ നടക്കുന്നത്. ഞാനുള്ളത് കോഴിക്കോട്ടെ UDF സ്ഥാനാർത്ഥി MK രാഘവനൊപ്പമാണ്. രാവിലെ ബേപ്പൂർ മണ്ഡലത്തിൽ നിന്നാണ് ഈ പരസ്യ പ്രചാരണത്തിന്റെ അവസാന ദിവസത്തെ റോഡ് ഷോ ആരംഭിച്ചിരിക്കുന്നത്. ഇവിടെ നിന്ന് കോഴിക്കോട് നോർത്ത്, സൗത്ത്, കുന്നമംഗലം മണ്ഡലങ്ങൾ ചുറ്റി വൈകുന്നേരം പാളയത്താണ് ഈ പ്രചരണം അവസാനിക്കുന്നത്. മൂന്ന് മുന്നണികളുടെയും ഈ കൊട്ടിക്കലാശം നടക്കുന്നത് പാളയത്താണ്. തൊട്ടടുത്ത വടകര മണ്ഡലത്തിൽ പോലുള്ള നിയന്ത്രണമൊന്നും തന്നെ കോഴിക്കോട് മണ്ഡലത്തിലില്ല. വളരെ സമാധാനപരമായിട്ടൊരു തെരഞ്ഞെടുപ്പ് പ്രചാരണം നടന്ന ഒരു മണ്ഡലമാണ് കോഴിക്കോട് എന്ന് പറയുന്നത്. വികസനം പ്രധാനമായും ചർച്ച ചെയ്ത ഒരു മണ്ഡലം കൂടിയാണ് കോഴിക്കോട്. രാഘവേട്ട, 2009 838 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ തുടങ്ങിയ യാത്രയാണ്. ഈ 4ാം വട്ടം ഇറങ്ങുമ്പോൾ ഏറ്റവും ഒടുവിലെ പ്രതീക്ഷ എന്താണ്? വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കും. ജനങ്ങൾ മണ്ഡലത്തിലെ ട്രെൻഡ് അതാണ്. അതിൽ എല്ലാവരുമുണ്ട്. നാടിനെ സ്നേഹിക്കുന്നവരുണ്ട്, കോൺഗ്രസിനെ UDFനെ സ്നേഹിക്കുന്നവരുണ്ട്, നാട്ടിൽ കുറേ നല്ല കാര്യങ്ങൾ നടക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. അവരെല്ലാം ആഗ്രഹിക്കുന്ന UDF ഇത്തവണ കോഴിക്കോട് വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കും. വൻ ഭൂരിപക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ലക്ഷം കടക്കുമോ ഭൂരിപക്ഷം? കാരണം കഴിഞ്ഞ തവണ 85-ന് മുകളിലായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോഴത്തെ ട്രെൻഡ് അതാണ്. ഈ കോഴിക്കോടിൻ്റെ 4 തവണ ഞാൻ എല്ലാ സ്ഥലത്തും എത്തി, താഴെ വരെ. എനിക്ക് കിട്ടുന്ന ഒരു ഫീഡ്ബാക്ക് അതാണ്. വളരെ അനുകൂലമായ അന്തരീക്ഷമാണ്. അത് കക്ഷി രാഷ്ട്രീയമോ ജാതിമതമോ അല്ല, അതിനപ്പുറത്ത് ഒരു ജനസമൂഹമുണ്ട്. ആ ജനസമൂഹം ഈ തെരഞ്ഞെടുപ്പിൽ വളരെ അനുകൂലമായ നിലപാടാണ് എടുത്തിട്ടുള്ളത്. വികസനമായിരുന്നു പ്രധാന ചർച്ചാ വിഷയം. മണ്ഡലത്തിലെ മറ്റ് വിവാദങ്ങളൊന്നും വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടാതെ പോയൊരു മണ്ഡലം കൂടിയാണ് കോഴിക്കോട്. അതിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് ഇപ്പോഴും. സാധാരണഗതിയിൽ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെടുന്ന 2 വിഷയമാണ്. ഒന്ന് രാഷ്ട്രീയമാണ്, ദേശീയ രാഷ്ട്രീയം, സംസ്ഥാന രാഷ്ട്രീയം. മറ്റൊന്ന് വികസനമാണ്. 2 കാര്യങ്ങളിൽ കോൺഗ്രസിന് നിലപാടുണ്ട്, UDFന് നിലപാടുണ്ട്. വികസനമാണെങ്കിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കേന്ദ്ര പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുള്ള ഏക ലോകസഭാ മണ്ഡലം കോഴിക്കോടാണ്. എണ്ണി കാണിച്ചു കൊടുക്കാൻ കഴിയാവുന്ന, പ്രത്യേകിച്ച് UPയുടെ കാലത്താണ് ഏറ്റവും കൂടുതൽ കിട്ടിയത്. അപ്പോൾ സ്വാഭാവികമായും ഒരു MP എന്തു ചെയ്തെന്ന് ചോദിച്ചാൽ കാണിച്ചു കൊടുക്കാവുന്ന കാര്യങ്ങളാണ് ഇവിടെ നടപ്പിലാക്കിയിട്ടുള്ളത്. ഈ സ്ഥാനാർത്ഥികളുടെ പ്രതിച്ഛായം വളരെ ചർച്ചാ വിഷയ മണ്ഡലമാണ്. ആ പ്രതിച്ഛായം വോട്ടായി മാറുന്ന പ്രതീക്ഷയുണ്ടോ? അല്ല, ഞാൻ പറഞ്ഞല്ലോ, 15 വർഷമായിട്ട് കോഴിക്കോട്ടെ ജനങ്ങളുമായി ഞാൻ ഉണ്ടാക്കിയ ബന്ധമുണ്ട്. ആ ബന്ധം അതുപോലെ കാത്തു സൂക്ഷിച്ച് പോവുകയാണ്. അവർക്ക് എന്നിൽ വിശ്വാസമാണ്, എനിക്ക് അവരിലും വിശ്വാസമാണ്. അവർക്ക് എന്നെ അറിയാം, എനിക്ക് അവരെയും അറിയാം. ആ ഒരു ആത്മബന്ധമാണ് ഇപ്പോഴും ഉള്ളത്. അത് തീർച്ചയായും തെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷം ഉണ്ടാക്കും എന്നാണ് എൻ്റെ വിശ്വാസം. തീർച്ചയായിട്ടും MK രാഘവൻ വലിയ ആത്മവിശ്വാസത്തിലാണ് 4ാം വട്ടവും കോഴിക്കോട്ടുകാർ MPയെ തെരഞ്ഞെടുക്കപ്പെടുമെന്നാണ് MK രാഘവൻ പറയുന്നത്. ഭൂരിപക്ഷം 1 ലക്ഷത്തിന് മുകളിലേക്ക് പോകുന്ന പ്രതീക്ഷയും അദ്ദേഹം പങ്കുവയ്ക്കുന്നു. 2 MPമാർ തമ്മിലുള്ള പോരാട്ടമാണ് കോഴിക്കോട് നടക്കുന്നത്. രാജ്യസഭാ MP എളമരം കരീമും സിറ്റിംഗ് ലോക്സഭാ MP MK രാഘവനും തമ്മിലുള്ള ഒരു പോരാട്ടമാണ് കോഴിക്കോടിന്റെ മണ്ണിൽ നടക്കുന്നത്. മറ്റ് സ്ഥാനാർത്ഥികളും ഇതേ വിജയ പ്രതീക്ഷ തന്നെയാണ് പങ്കുവയ്ക്കുന്നത്. MK രാഘവനൊപ്പം തന്നെ മത്സരിക്കുന്നത് എളമരം കരീമാണ്. LDFന് വേണ്ടി, NDAക്ക് വേണ്ടി MD രമേശും മത്സരിക്കുന്നു. അവരും ഈ മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ രാവിലെ മുതൽ തന്നെ റോഡ് ഷോയുമായി മുന്നോട്ട് പോവുകയാണ്. വികസനമായിരുന്നു മണ്ഡലത്തിലെ ഏറ്റവും വലിയ ചർച്ചാ വിഷയം. ഒപ്പം തന്നെ സ്ഥാനാർത്ഥികളുടെ പ്രതിച്ഛായം വളരെ രീതിയിൽ ചർച്ച ചെയ്ത മണ്ഡലമാണ് കോഴിക്കോട് മണ്ഡലം. കോഴിക്കോട് നിന്ന് റിപ്പോർട്ടർ സിനോജ് തോമസിന്റെ റിപ്പോർട്ടർ.